ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് CMA ഇൻ്റർമീഡിയറ്റ് ഡിസംബർ 2025 എക്സാംസ് എഴുതുന്ന ഗ്രൂപ്പ് 2 അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഈ അറ്റംപ്റ്റിൽ നിങ്ങൾ ഗ്രൂപ്പ് 2 ആണ് അപ്രോച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതുവരെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇപ്പോഴും നിങ്ങൾ ബേസ് ലെവലിൽ തന്നെ നിൽക്കുകയാണ്, എന്നാൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യണം എന്ന ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണുക. നിങ്ങൾക്ക് കംപ്ലീറ്റ് ടൈം ടേബിൾസും ക്ലാസ്സസും നോട്ടും എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിനി എക്സാംസിന് എക്സാക്റ്റ് നോക്കുമ്പോൾ ഒരു 83 to 82 ഡേയ്സ് ആണ് നമുക്കുള്ളത്. കാരണം അറിയാലോ, ഡിസംബർ 10 മുതലാണ് CMA സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ എക്സാം വരുന്നത്. ഗ്രൂപ്പ് 2ൻ്റെ എക്സാം ഡിസംബർ 10 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നോക്കുകയാണെങ്കിൽ 83 ഡേയ്സ് ആണ് ഇനി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ 83 ഡേയ്സിൽ ഞാൻ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് ഒരു 80 ഡേയ്സിൻ്റെ പ്ലാനാണ് ഞാൻ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ 80 ഡേയ്സ് നിങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ റെഡിയാണ്, തരുന്ന കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് പഠിച്ച് റിവൈസ് ചെയ്യാൻ, പറയുന്നത് പോലെ റിവൈസ് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് നല്ല എഫക്റ്റീവ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കേൾക്കാൻ നിങ്ങളോട് പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും ആവശ്യമാണല്ലേ, നമ്മളെല്ലാവരും ടൈം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം ഇങ്ങനെ നീട്ടി വെക്കും. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ എത്തിയെങ്കിൽ നമുക്ക് ഇത്ര സമയം മാത്രമേ ഉള്ളൂ, ഈ ഒരു 80 ഡേയ്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. 83 ഡേയ്സ് ഉണ്ട്, അതിനകത്ത് 3 ദിവസം നിങ്ങൾ വിട്ടേക്കുക. ഈ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 80 ഡേയ്സ് മുതലാണ്, അതായത് സെപ്റ്റംബർ 21 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ എങ്ങനെയാണ് ഈ ബാച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഫ്രം സെപ്റ്റംബർ 21 ടു ഡിസംബർ 10 വരെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞു തരുന്നത് എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് എക്സാമിന് തൊട്ട് മുന്നേ വരെ എങ്ങനെ നന്നായിട്ട് പഠിക്കാം, എങ്ങനെ റിവൈസ് ചെയ്യാം, ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്, ഒരു ദിവസം എത്ര അവർ പഠിക്കണം, എല്ലാ കാര്യങ്ങളും ഇൻ ഡെപ്തിൽ ഞാൻ വിത്ത് ടൈം ടേബിൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യേണ്ട ടാർഗറ്റ്സ് പോലും ഞാൻ നിങ്ങൾക്ക് ഈസിനെസ്സിന് വേണ്ടിയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഫുള്ളായിട്ട് വീഡിയോ കാണുക. ഗ്രൂപ്പ് 2 എഴുതുന്ന എല്ലാ സ്റ്റുഡൻസിനും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് 83 ദിവസം 83 ഡേയ്സ് ആണുള്ളത്. അതിൽ നിന്ന് എങ്ങനെ നമുക്ക് 80 ഡേയ്സ് കൊണ്ട് നമ്മുടെ ഇൻ്റർമീഡിയറ്റിൻ്റെ ഗ്രൂപ്പ് 2 ക്ലിയർ ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. സെപ്റ്റംബർ 21 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ ഫീ വന്നിട്ട് ഞാനത് ആദ്യമേ പറയാം, 2500 ആണ്. 4 സബ്ജക്റ്റിനും കൂടിയാണ് 2500 വരുന്നത്. നിങ്ങളിതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ക്ലാസ് കിട്ടും, അതുപോലെ നോട്ട്സ് കിട്ടും, ദെൻ പ്രീവിയസ് അറ്റംപ്റ്റ് 5 അറ്റംപ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, MCQ പ്രൊവൈഡ് ചെയ്യും. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരികയും ചെയ്യും. റിവിഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബാച്ച് വരുന്നുണ്ടാവുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആകുന്ന രീതിയിൽ എല്ലാം തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ടൈം ടേബിൾസ്, 80 ഡേയ്സിൻ്റെ നമ്മുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ 2500 ആണ് ഫീസ് വരുന്നത്, അതെല്ലാവരും നോട്ട് ചെയ്തേക്കുക. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് ഇതിൽ പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നുണ്ടാവില്ല. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ടൈം ടേബിൾ വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ മാത്രം ടൈം ടേബിളാണ് കേട്ടോ. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെത് നമ്മളിനി വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ജോയിൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നെങ്കിൽ ഡെഫിനറ്റായിട്ട് കമൻറ്റ് ചെയ്യുക, നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 80 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ്. ടോട്ടൽ നമുക്ക് 83 ഡേയ്സ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് 80 ഡേയ്സിലേക്ക് വേണ്ടിയിട്ടാണ്. സെപ്റ്റംബർ 21 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്തതിലേക്ക് മൂവ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. നിങ്ങൾക്കൊരു സബ്ജക്റ്റ് തീരുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇത് ബൂസ്റ്റ് ചെയ്ത് വരും. അല്ലാതെ മിക്സ്ഡ് അപ്പ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നതിനേക്കാളും എപ്പോഴും ഒരു സബ്ജക്റ്റ് തീർത്ത് അടുത്തതിലേക്ക് പോകുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സെപ്റ്റംബർ 21 മുതൽ സെപ്റ്റംബർ 27 വരെ നമ്മൾ പഠിക്കുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ട്സിൽ നമ്മൾ എടുക്കുന്ന ടോപ്പിക്സ്, ഫസ്റ്റ് ഡേ ഇൻട്രൊഡക്ഷൻ പഠിക്കുന്നുണ്ട്, ദെൻ ABC കോസ്റ്റിംഗ്, പിന്നെ നെക്സ്റ്റ് ഡേയിൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, ബഡ്ജറ്റ്സ് നമുക്ക് 3 പാർട്ടുണ്ട്. അതിൽ പാർട്ട് 1 പറയുന്നുണ്ട്, പിന്നെ പാർട്ട് 2, 3, പിന്നെ മെറ്റീരിയൽ ലേബർ വേരിയൻസ് പഠിക്കുന്നുണ്ട്, ഓവർ ഹെഡ് സെയിൽസ് വേരിയൻസ് പഠിക്കുന്നുണ്ട്, പിന്നെ ഡിവിഷണൽ പെർഫോമൻസ്, ഡിസിഷൻ തിയറി, മാർജിനൽ കോസ്റ്റിംഗ്, ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പർ. കാരണം ബാക്കിയൊക്കെ ഞാൻ ചാപ്റ്റർ വൈസ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ അറ്റംപ്റ്റിൽ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എല്ലാം ക്വസ്റ്റ്യൻ വർക്ക് ചെയ്ത് അങ്ങനെ പോകുന്നത് മാത്രമല്ല, ഇൻ ഡെപ്തിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ വേണ്ടതും മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയറും എല്ലാം. അപ്പോൾ ചാപ്റ്റർ വൈസ് ഞാൻ റെഗുലറായിട്ട് എടുക്കുന്ന ബാച്ചിലെ ക്ലാസ് ആണ് ഇതിനു വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ
അല്ലാതെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാരത്തോണോ അങ്ങനെ ഒന്നുമല്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അപ്പോൾ റെഗുലറായിട്ട് നമ്മൾ കൊടുക്കുന്ന ക്ലാസ് തന്നെയാണ്. അപ്പോൾ അതിലൊന്നും ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്തിട്ടില്ല. നോട്ട്സൊക്കെ അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് നല്ല ഷുവറായിട്ട് ഇത് പഠിക്കാനായിട്ട് പറ്റും. ഡെയിലി 2 അവറേ ക്ലാസ് വരുന്നുള്ളൂ. മാനേജ്മെൻറ്റ് അക്കൗണ്ട്സിൽ എല്ലാ ദിവസവും 2 മണിക്കൂർ മാത്രമേ ക്ലാസ്സസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ പറഞ്ഞ ഇതൊക്കെ 2 അവർ ക്ലാസ് ഉണ്ടാവും. റെക്കോർഡഡ് ക്ലാസ് ആണ്. നിങ്ങളുടെ കൺവീനിയൻസിന് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അത് കാണുക, അന്നത്തത് പഠിക്കുക, നെക്സ്റ്റ് ഡേ വരുമ്പോൾ തലേന്നത്തത് റിവൈസ് ചെയ്യുക, 3rd ഡേ വരുമ്പോൾ ഫസ്റ്റ് ഡേ 2nd ഡേ റിവൈസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഷെഡ്യൂൾ ഫുള്ള് ചെയ്തിട്ടുണ്ടാവണം. സോ സെപ്റ്റംബർ 27 വരെ നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് പഠിക്കും. ദെൻ സെപ്റ്റംബർ 28 ഓഫാണ്. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് വരുമ്പോൾ ഓഫ് കിട്ടുന്ന ദിവസം ഓക്കെ ഇന്ന് ഓഫാണല്ലോ പഠിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത്. അന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടേറിയ ടോപ്പിക്സ് നിങ്ങൾ ഡെയിലി പഠിക്കുമ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ 28 ഓഫ് കിട്ടുമ്പോൾ ഫുള്ളായിട്ട് അതൊന്ന് റിവൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് സെപ്റ്റംബർ 29 മുതൽ നമ്മൾ വീണ്ടും ഓഡിറ്റിംഗ്, കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റിംഗ് എന്ന പേപ്പർ 10 ആണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ നമ്മൾ ആദ്യം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ ബേസിക് ചാപ്റ്റർ ഉണ്ട്. അത് നമ്മൾ 9 പാർട്ടായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ പാർട്ടുകളൊക്കെ ആയിരിക്കും ആദ്യം നമ്മൾ പഠിക്കുക. പിന്നെ ഡിഫറൻറ്റ് അണ്ടർടേക്കിങ്സ് പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഇൻഷുറൻസ്, ബാങ്കിങ്, ഇലക്ട്രിസിറ്റി എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിൻ്റെ പാർട്ട് 1, 2 പിന്നെ 3 ഉണ്ട്. പിന്നെ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു കമ്പനീസ് ആക്ടിൻ്റെ അത് 7 പാർട്ടാണുള്ളത്. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ഷെയർസ്, ഡിബഞ്ചേഴ്സ് പഠിക്കുന്നുണ്ട്. ക്യാഷ് ഫ്ലോ പഠിക്കുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതാണ് ലാസ്റ്റ് ഡേയിൽ ഒക്ടോബർ 11 വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം സെപ്റ്റംബർ 29 സ്റ്റാർട്ട് ചെയ്ത് ഒക്ടോബർ 11 വരെ കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അറിയാലോ, ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ തിയറി ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും നന്നായിട്ട് റിവൈസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ ഇത് നിൽക്കത്തുള്ളൂ. അവിടെ ഞാൻ എല്ലാം പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ എക്സാമിന് പ്രസൻറ്റ് ചെയ്ത് എക്സാക്റ്റ് വേയിൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല, നിങ്ങളത് വായിച്ച് പഠിച്ചാൽ മാത്രം മതി. ജസ്റ്റ് പോയിൻറ്റ്സ് ആയിട്ട് ചെറിയ ചെറിയ പോയിന്റുകളാക്കിയാണ് ഞാൻ തന്നിരിക്കുന്നത്. പഠിക്കാൻ എളുപ്പവുമാണ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം റിവൈസ് ചെയ്ത് മൈൻഡിൽ സ്റ്റക്ക് ചെയ്ത് വെക്കുക ആ ഒരു കാര്യങ്ങളൊക്കെ. ഓക്കെ, ദെൻ ഒക്ടോബർ 12 ഞാൻ ഓഫ് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പേപ്പർ 9 ആയിട്ടുള്ള OPM SM ആണ്. OPM SM ഞാൻ പഠിപ്പിക്കുന്നത് SM ഫുള്ള് നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് പോർഷനിൽ നിന്ന് 42 മാർക്കിന് അറ്റംപ്റ്റ് ചെയ്യാം. ദെൻ നമുക്ക് OPM നിന്ന് 3 തിയറി ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത് 7 മാർക്കിൻ്റെ. അപ്പോൾ 21 മാർക്ക് കൂടി ആയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് നമുക്ക് 63 സ്കോർ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല MCQ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ടോട്ടലായിട്ട് തിയറിയാണ് നമ്മൾ OPM SM എന്ന പേപ്പറിൽ ഫോക്കസ് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഞാനിപ്പോൾ SMൻ്റെ ക്ലാസ്സസ് ഒക്കെ സബ് വൈസ് എടുത്തവർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് നല്ല സിമ്പിളാണ്, നല്ല പോയിൻറ്റ്സ് ആണ്, അപ്പോൾ നമുക്ക് വേഗം വേഗം പഠിക്കാം. ഒരു ചാപ്റ്ററിൽ നിന്ന് ചിലപ്പോൾ 7 ക്വസ്റ്റ്യനോ ചിലപ്പോൾ ചിലതിൽ 15 ക്വസ്റ്റ്യനോ അത്രയൊക്കെ ഉള്ളൂ. അതും വളരെ ചെറിയ പോയിൻ്റ് ആയിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പോയിൻ്റ് ആക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് പഠിച്ചാൽ മാത്രം മതി. സോ ഒക്ടോബർ 13 തുടങ്ങുന്ന നമ്മുടെ OPM SMൻ്റെ സെഷൻസ് എൻഡ് ചെയ്യുന്നത് ഒക്ടോബർ 20 4 ചാപ്റ്റേഴ്സ് ഡെയിലി നമ്മൾ പഠിക്കും. പിന്നെ OPMൻ്റെ തിയറി 4 ദിവസത്തിലേക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഇതിൻ്റെ ഒക്കെ MCQവും പ്രീവിയസ് അറ്റംപ്റ്റും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ദെൻ ഒക്ടോബർ 21 നമുക്ക് ഓഫാണ്. ദെൻ ഒക്ടോബർ 22 മുതൽ FM ആൻഡ് ഡേറ്റ അനലിറ്റിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഡേറ്റ അനലിറ്റിക്സിൽ 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 4 ചാപ്റ്റേഴ്സ് ആദ്യം നമ്മൾ തീർക്കും. പിന്നെ FMൻ്റെ തിയറി ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷനും ഉണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് തിയറി ഉണ്ട്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആ ഒരു ചാപ്റ്റർ ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അത് നമ്മൾ പഠിക്കും. ആ 2 ചാപ്റ്റേഴ്സാണ് ഒക്ടോബർ 26 നമ്മൾ പഠിക്കുക. പിന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ലെവറേജസ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ, റേഷ്യോ അനാലിസിസ്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന എല്ലാ അറ്റംപ്റ്റിലും ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഒരെണ്ണം പോലെ അവർ സ്കിപ്പ് ചെയ്യാറില്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട്, ലെവറേജ് ഉണ്ട്, റേഷ്യോ ഉണ്ട്, ക്യാഷ് ഫ്ലോ ഉണ്ട്, കമ്പാരിറ്റീവ് ഉണ്ട്, ക്യാഷ് ഫ്ലോ ഇല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും മാത്രമാണ് അവർ മാറ്റി തിരിച്ച് ഓൾട്ടർനേറ്റീവായിട്ട് ചോദിക്കാറുള്ളത്. അതല്ലാതെ ബാക്കി എല്ലാം ഉണ്ടാവും. ഓക്കെ, ഇതിലും അതുപോലെ തന്നെയാണ്. കോമൺ സൈസ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ആണ്. അപ്പോൾ ഈ കഴിഞ്ഞ അറ്റംപ്റ്റിൽ കമ്പാരിറ്റീവ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ കൺസെപ്റ്റ് അറിയാത്തത് കൊണ്ടാണ് നമുക്കത് എഴുതാൻ കഴിയാവുന്നത്. അപ്പോൾ ഈ അറ്റംപ്റ്റ് മേ ബി നമുക്ക് കോമൺ സൈസ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. വളരെ സിമ്പിളായിട്ടാണ് കോമൺ സൈസ് ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. എല്ലാം മാക്സിമം ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെഷൻ നല്ല എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ നവംബർ 2 ഞാൻ ഓഫ്, നവംബർ 1 വരെയാണ് ക്ലാസ്സസ് വരിക. നവംബർ 2 ഞാൻ ഓഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നവംബർ 3 മുതൽ നവംബർ 19 വരെ 17 ഡേയ്സ് ആണ് വരുന്നത്. ആ 17 ഡേയ്സിൽ നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് റിവിഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഫസ്റ്റ് റിവിഷൻ നമുക്ക് ആ ഒരു ടൈമിലാണ് വരുന്നുണ്ടാവുക. ദെൻ നവംബർ 20 മുതൽ നവംബർ 6 വരെ സെക്കൻഡ് റിവിഷനാണ് ഉണ്ടാവുക. അത് നന്നായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചേ മതിയാവൂ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തീരത്തുള്ളൂ. ഈ ഇത്രയും കഴിഞ്ഞ് ഡിസംബർ 6 കൂടി റിവിഷൻ നമ്മൾ എൻഡ് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് എക്സാം ഡിസംബർ 10 OPM SM സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 7th 8th 9th ഓക്കെ 11th OPM SM സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസംബർ 10 ഫസ്റ്റ് ഗ്രൂപ്പാണ്, ഡിസംബർ 11th സെക്കൻഡ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ 4 ദിവസം കിട്ടുന്നുണ്ട്. 7th 8th 9th 10th 4 ദിവസം ഉണ്ട്. ആ 4 ദിവസത്തിൽ നിങ്ങൾ ഏതൊക്കെ പേപ്പേഴ്സാണ് നോക്കേണ്ടത്? ലാസ്റ്റ് 2 days 9th 10th OPM SM തന്നെ നോക്കുക, 7th 8th കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് നോക്കുക. ഓക്കെ, കാരണം അടുത്ത വരുന്ന പേപ്പർ കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് ആണല്ലോ, അപ്പോൾ അത് നിങ്ങളത് ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പിന് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ടൈം ടേബിൾ. ഇത് 80 ദിവസത്തെ ടൈം ടേബിളാണ്. ഇത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ ടൈം ടേബിൾ നിങ്ങൾ എഴുതിയെടുത്ത് നിങ്ങൾ എപ്പോഴും കാണുന്ന വിസിബിൾ ആയിട്ടുള്ളൊരു പ്ലേസിൽ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും അത് കാണാൻ പറ്റും. നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് ആ ഒരു കാര്യം തന്നെ ഇൻജെക്റ്റ് ചെയ്യും. ഓക്കെ, എനിക്കിത് പഠിക്കാനുണ്ട്, ഇന്ന് ഇത്ര ടാർഗറ്റ്സ് തീർത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് വരുമ്പോൾ നമ്മൾ ഡെഫിനറ്റായിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യും, പഠിക്കാൻ സമയം കൊടുക്കും, റിവൈസ് ചെയ്യും. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ജസ്റ്റ് നമ്മളൊരു കാര്യം ക്ലാസ് കേട്ടത് കൊണ്ടോ നോട്ട്സ് എഴുതിയത് കൊണ്ടോ പഠിച്ചത് കൊണ്ടോ മാത്രം ഒരു കാര്യവുമില്ല. റിവിഷനാണ് മെയിൻ ക്രൈറ്റീരിയ. ആ നിങ്ങളുടെ സക്സസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ ഫാക്ടർ തന്നെ റിവിഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻ്റയർ ബാച്ചിൽ എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന 100% എഫേർട്ട് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ബാക്കിയുള്ള എഫേർട്ട് വേണ്ടത്. കാരണം ഈ ഒരു എൻ്റയർ ഇത് നോക്കുമ്പോൾ ഈ ക്ലാസ്സും നോട്ട്സും ഈ ബാച്ചും ഈ പറഞ്ഞ റിസൾട്ടും എൻ്റയർ കാര്യം ഈ ഒരു പ്രോസസ്സ് നോക്കുമ്പോൾ ഇതിൽ 40% ആണ് എൻ്റെ എഫേർട്ട്, ബാക്കി 60% നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ 60% നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ഈ അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ ബാച്ചിന് വേണ്ടി നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു വേസ്റ്റ് ഓഫ് മണിയോ അല്ലെങ്കിൽ വേസ്റ്റ് ഓഫ് ടൈമോ ഒന്നും ആവത്തില്ല. ഇത് നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് യൂസ് ആവും. കാരണം ഞാനിത് എല്ലാ അറ്റംപ്റ്റിലും ഡിസംബർ 2024 ജൂൺ 2025 ഇപ്പോൾ വരുന്ന അറ്റംപ്റ്റിലും ഒക്കെ വേണ്ടിയിട്ട് ഞാനിത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു ലാസ്റ്റ് മിനിറ്റ് ബാച്ചൊക്കെ കുട്ടികൾക്ക് ഒരുപാട് യൂസായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാച്ചിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എക്സാം ക്രാക്ക് ചെയ്യുക വിത്ത് ഹൈ മാർക്സ്. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന ടോപ്പിക്സുകൾ ഈ പറഞ്ഞ ടൈം ടേബിൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ റെഡിയാണ് എങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതുപോലെ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെത് നിങ്ങൾക്ക് വേണം, ഇതുപോലെ ടൈം ടേബിൾസ് വെച്ചിട്ട് 4 സബിൻ്റെയും ടൈം ടേബിൾസ് വെച്ചിട്ടുള്ളൊരു സെഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഒരു ടൈം ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ പറയുക, നമുക്ക് ആ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ആണ്, ദെൻ കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ്, OPM/SM, FM ഡേറ്റ അനലിറ്റിക്സ്. ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പ് അവിടെ കംപ്ലീറ്റ് ആവും. ദെൻ റിവിഷൻസ് 2 തവണ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റിവിഷനിൽ ഡെയിലി ഷെഡ്യൂൾസ് നിങ്ങൾക്ക് അയച്ചു തരും, അത് നിങ്ങൾ തീർക്കുക. ഡെയിലി ഇന്ന ടാർഗറ്റ്സ് ഞാൻ അയക്കും, അത് നിങ്ങൾ തീർത്തിട്ട് എന്നെ ഈവനിങ്ങിൽ അപ്ഡേറ്റ് ചെയ്യുക ഇത് തീർത്തു എന്നുള്ളത്. അതുപോലെ സെക്കൻഡ് റിവിഷനും അതേപോലെ തന്നെയാണ്, ബാക്കിയുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് അറേഞ്ച് ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെഷൻ ആയിരിക്കും. ഡെഫിനറ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു സെഷൻ്റെ ഫീസ് വരുന്നത് ഞാൻ പറഞ്ഞു 2500 ആണ്. നിങ്ങൾക്ക് ഒരിക്കലും ഈ 4 സബും കൂടി 2500 കിട്ടില്ല, എനിക്കറിയാം. ഞാനും ഇതേപോലെ തന്നെ ക്ലാസ്സസ് ഒരുപാട് നാളായിട്ട് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്ന കാര്യമാണ് 2500 വർത്ത് ആയിരുന്നു ക്ലാസ്സിന്, ഒരു രൂപ പോലും വേസ്റ്റ് ആയി എന്ന് തോന്നിയിട്ടില്ല, അത്ര എഫേർട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസിൽ നിങ്ങൾക്ക് മാക്സിമം ബെറ്റർ ആയിട്ട് ക്ലാസ്സസ് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ 2500 ആണ് സെക്കൻഡ് ഗ്രൂപ്പിന് നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക, കോൾ ചെയ്യരുത്, വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും എന്താണെന്നുള്ളത്. അപ്പോൾ ഫുള്ളായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങൾ വരാനായിട്ട്. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലും ഈ വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് വരിക. സോ അതുകൊണ്ട് ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിതിൽ ജോയിൻ ചെയ്യുക. വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. ആദ്യത്തെ 1 വീക്കോ 2 വീക്കോ വർക്ക് ചെയ്തുകൊണ്ട് ഒരു കാര്യവുമില്ല. 80 ഡേയ്സ് കൺസിസ്റ്റൻസി മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല, 0-യിലാണ് നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് സക്സസ്സിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബാച്ച് നിങ്ങൾ ഡെഫിനറ്റായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവരും നന്നായിട്ട് ജോയിൻ ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഈ 80 ദിവസത്തിൽ നിങ്ങൾ ആ ടെൻഷൻ അങ്ങ് ഉപേക്ഷിക്കുക. 80 ദിവസത്തിൽ എനിക്ക് പറ്റുമോ എന്നുള്ളത് തിങ്ക് ചെയ്യാതെ എനിക്കിത് പറ്റും എന്നുള്ളത് മൈൻഡ് സെറ്റ് ഫിക്സ് ചെയ്ത് നിൽക്കുക. കാരണം ലാസ്റ്റിലൊക്കെ വരുമ്പോൾ നമുക്ക് ടെൻഷൻ വരും. അപ്പോൾ ആ ടെൻഷൻ നമ്മുടെ ഉള്ള പ്രിപ്പറേഷൻസിനെ കൂടി ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കുക. നമ്മുടെ ടെൻഷൻ കുറച്ചാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനെങ്കിലും അഡീഷണൽ പഠിക്കാൻ പറ്റും. പഠിക്കുന്നൊന്നും മറക്കത്തുമില്ല. ഓക്കെ, ഇപ്പോൾ റിവിഷൻ ചെയ്യുക. നിങ്ങൾ കറക്റ്റ് ഡെയിലി 2 hour ക്ലാസ്സസ് ഉണ്ടാവത്തുള്ളൂ. ഒരു ദിവസം 8 മണിക്കൂർ കൺസിസ്റ്റൻ്റായി പഠിച്ചിരിക്കണം. 8 മണിക്കൂർ പഠിക്കണം. ഒക്ടോബർ
5th മുതൽ നിങ്ങൾ 10 അവേഴ്സിലേക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. 10 അവർ മതി, അതിൽ കൂടുതൽ നിങ്ങൾ ആക്കണ്ട, 10 അവർ മതി. ഇപ്പോൾ നിങ്ങൾ 8 മണിക്കൂറിൽ പോവുക, October 5th ഒക്കെ കഴിയുമ്പോൾ 10 അവേഴ്സിലേക്ക് അതിനെ മാറ്റുക. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. എൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ടിൽ ദ എക്സാം, ആ ഒരു എക്സാം ഡേറ്റ് വരെ എൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ജോയിൻ ചെയ്ത് പഠിക്കുക. ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാസ്, നോട്ട്സ്, പ്രീവിയസ് ഇയർ MCQ ഒക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. September 21st മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇനി ടൈമില്ല, എല്ലാവരും ആലോചിച്ച് ഡിസൈഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് September 20 മുതലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇന്ന് തന്നെ ഈവനിങ് പോസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് വാട്സാപ്പ് നമ്പർ, ഇതിനകത്ത് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈ ടൈം ടേബിൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഒത്തിരി സ്റ്റുഡൻസിൻ്റെ എൻക്വയറിയും ഒത്തിരി സ്റ്റുഡൻസിൻ്റെ ഒരു റിക്വയർമെൻറ്റും ആയിരുന്നു ഒരു ടൈം ടേബിൾ വേണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എല്ലാവരും നന്നായിട്ട് നോക്കുക. നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കമൻസിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.